ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആരുടെ വീഡിയോ എന്നല്ലേ, ഇതാ ഈ കാണുന്ന തന്നെ നമ്മുടെ ഡോറക്കുട്ടീൻ്റെ റൂണിക്കുട്ടീൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് മക്കൾക്ക് ലീവായതുകൊണ്ട് മക്കൾ പിന്നെ റൂണിനെയും അതുപോലെ ഡോറേനെയും ടെറസിൻ്റെ മുകളിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ രണ്ടുപേരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ആദ്യം ഡോറ് കൊടുക്കാണ്ട് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നേ. രണ്ടുപേരും എന്നെ കടിച്ച് തിന്നില്ല എന്നേ ഉള്ളൂ. രണ്ടുപേരും മുമ്പിലും ബാക്കിലും നിന്ന് എന്നെ മാറി മാറി പിടിക്കുമായിരുന്നു. ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് അത്. കാരണം രാവിലെ കൊടുത്തത് ഫുഡ്, ആകെ 2 നേരം ഫുഡ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ കൊടുത്തിട്ട് പോയതല്ലേ, അപ്പോൾ നന്നായിട്ട് വിശന്നിട്ടുണ്ടാവും, വൈകുന്നേരമായില്ലേ. അപ്പോൾ ആ ഫുഡ് കിട്ടുന്നവരെ ഭയങ്കര പടപ്പായിരിക്കും. പിന്നെ ഒറ്റക്കൊറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് റൂണിനെയും ഡോറനെയും നമ്മൾ ഒരുമിച്ചാക്കിയിട്ടുള്ളത്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഡോറ റൂണിയെ കടിക്കുകയോ മറ്റോ ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഈ റൂണീൻ്റെ കൂടെയാണ് ഡോറ ഉള്ളതെന്ന്. ഞാൻ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഡോറേനെ കാണുന്നില്ല, കൂടൊക്കെ തുറന്ന് കിടക്കുക. അപ്പോൾ വൈകുവിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മുകളിൽ ടെറസിൻ്റെ മുകളിൽ റൂണീൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോഴും എനിക്കൊരു പേടിയായി, കാരണം റൂണീനെ അങ്ങനെ കടിച്ചേക്കുമോ എന്നുള്ളൊരു പേടി. പക്ഷേ കടിച്ചില്ല എന്നാണ് വൈകക്കുട്ടി പറഞ്ഞത്. അവർ തമ്മിൽ നല്ല കൂട്ടായും തോന്നുന്നു. എന്തായാലും ഫുഡൊക്കെ ഞാൻ കൊടുത്തു. രണ്ടുപേരും 2 സൈഡിൽ നിന്നിട്ട് മത്സരിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും സ്പീഡ് ഡോറക്കാണ് കേട്ടോ. റൂണിക്ക് അത്ര സ്പീഡൊന്നുമില്ല. റൂണി ഇടയ്ക്കിടയ്ക്കേ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഡോറ ഫുഡിൽ തന്നെയാണ് ശ്രദ്ധ. ഫുഡ് തന്നിട്ട് എൻ്റെ മേക്ക് ഓടി വന്ന് കയറി കേട്ടോ. അതിന് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ മേക്ക് ചാടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിലിടക്ക് പോയിട്ട് ചീർപ്പൊക്കെ എടുത്തിട്ട് നല്ലോണം വാരിയിട്ടൊക്കെ കൊടുത്തു മേല്. എത്ര നല്ല കുളിച്ച് സുന്ദരിയാതാണെന്നറിയോ. ഇപ്പോൾ വൈകിട്ട് ടെറസിൻ്റെ മുകളിലാക്കിയില്ലേ, ടെറസിൻ്റെ മുകളിൽ കുറച്ച് വെള്ളവും ചളിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ പിറങ്ങിയിട്ട് ഇപ്പോൾ ആൾ ഒരുമാതിരി കോലത്തിലുള്ളത്. കണ്ടില്ല, ഇതാ മേക്കൊക്കെ അപ്പടി അഴുക്കാന്ന്. ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ നല്ല വെളുത്ത രോമമുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ചളിയിലൊക്കെ പിറങ്ങി ആകെ ഒരു കോലമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ആഴ്ച വീണ്ടും കുളിപ്പിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. എന്തായാലും ഡോറ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. റൂണീൻ്റെ ഫുഡും കൂടി ഇപ്പം ഡോറ കഴിക്കലാക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇതാ ഡോറയുണ്ട് റൂണീൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നു. കണ്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ. എന്താ, റൂണീൻ്റെ ഫുഡും കൂടി ഡോറ കഴിക്കലാക്കി. റൂണിക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ. റൂണി അതിനടുത്തേക്ക് പോയിട്ട് ഡോറ കഴിക്കുന്ന കണ്ടപ്പോൾ തിരിച്ച് എൻ്റെ അടുത്ത് പരാതി പറയാൻ വേണ്ടി വന്നതാണ്. ഞാനെന്ത് ചെയ്യാനാ, ഡോറേനെ പറഞ്ഞാലൊന്നും കേൾക്കില്ലല്ലോ. ഡോറയ്ക്ക് ഇഷ്ടമല്ല പോലെ. ഞാൻ പിന്നെ റൂണീനെ സമാധാനിപ്പിക്കാൻ വേണ്ടി റൂണീൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കളിച്ചു. റൂണി എപ്പോഴും ഇതുപോലെ കളിക്കും കേട്ടോ. എൻ്റെ കൂടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കളിക്കുന്നത് കണ്ടിട്ടാണ് ഡോറ അവിടത്തേക്ക് ഓടി വന്നു. ഒരാളിവിടെ കളിക്കുന്ന കാണുമ്പോൾ മറ്റേക്ക് അസൂയാന്ന് തോന്നുന്നു. എന്താ കണ്ടോ, റൂണി വീണ്ടും എൻ്റെ ബാക്കിലൊക്കെ തുള്ളി തുള്ളി നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീണ്ടും ഡോറക്ക് കോമ്പ് ചെയ്ത് കൊടുത്തു, മേലൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ സുഖം പിടിച്ചിട്ടാവണം അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. റൂണിക്കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സമയം ഓടി കളിച്ചു. അതിലൊക്കെ വൈകി ഒരു ബോൾ എറിഞ്ഞു കൊടുത്തു. അത് വയ്യാലെ ഓടിക്കൊണ്ട് ബോളും കളിച്ചുകൊണ്ട് ഡോറ ഓടി വരുന്നുണ്ട്. ഡോറയ്ക്ക് ഇങ്ങനെ ബോളിനെ കൊണ്ടൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാ ഫുഡ് ഇപ്പോൾ റൂണിക്ക് ഞാൻ ഫുഡ് കൊണ്ടുവരുന്ന ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഡോറ ഏകദേശം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് കേട്ടേയില്ല. അതൊക്കെ എടുത്ത് കടിച്ച് നല്ല നുറുക്ക് കടിക്കും പോലെ കടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഞാൻ കുറച്ച് പറഞ്ഞ് അനുസരിപ്പിക്കാൻ നോക്കി, പക്ഷെ എന്നാലും വൈകു പറയുമ്പോൾ അതേപോലെ അനുസരിക്കും ചില സമയത്ത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതേ സമയം നിൽക്കില്ല, ഭയങ്കര പിടപ്പായിരിക്കും ഉണ്ടാവുക മിക്ക സമയങ്ങളിലും. അതൊക്കെ കുറച്ച് സമയം കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോറയും കൊണ്ട് താഴേക്ക് വന്നേ. വൈകി ഡോറേനെ കൂട്ടിലാക്കാനുള്ള പരിപാടിയിലുള്ളത്. രാത്രി എന്തായാലും അവിടെ പുറത്താക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കൂട്ടിൽ തന്നെ ആക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഡോറയും കൊണ്ട് നമ്മൾ താഴേക്ക് വന്നിട്ടാണ് ഉള്ളത്. കൂട്ടിൽ കയറാനൊക്കെ പുള്ളിക്കാരത്തേക്ക് ആദ്യം മടിയൊക്കെ ഉണ്ടായിരുന്നേ. കുറേ ടൈം ഞാൻ പറഞ്ഞു ഗെറ്റിൻ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരത്ത് കയറേണ്ട ഒച്ചപ്പാടൊന്നും കാണുന്നില്ല. വൈക പറഞ്ഞിട്ടാണ് ലാസ്റ്റ് അതിലേക്ക് ചാടി അങ്ങോട്ട് കയറിയത്. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സാധുവാണ് കേട്ടോ, പിന്നെ ഒരു പ്രശ്നവുമില്ല.
അനങ്ങാതെ അവിടെ ഇരുന്നോളും. ഫുഡ് ഞാൻ കൊണ്ടുവന്നാലും ഞാൻ സിഡോൺ പറയുമ്പോൾ അവിടെ ഒറ്റ ഇരുത്തങ്ങി ഇരിക്കും. ഇനി അഥവാ ഞാൻ ജോലിയിൽ നിന്ന് വന്നാലും ഞാൻ ഫുഡ് കൊടുക്കുന്നവരെ ഒരേ കുരയായിരിക്കുമേ. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് അവിടെ ഇരിക്കുക അനങ്ങാതിരിക്കും മിണ്ടാതിരിക്കും എന്ന് പറയുമ്പോൾ അനങ്ങാതെ ഇരുന്നോളും. പക്ഷെ എൻ്റെ തല കണ്ടില്ലെങ്കിൽ പിന്നെ ആദ്യം തുടങ്ങും ഒച്ചപ്പാടാക്കാൻ വേണ്ടിയിട്ട്. റൂണിക്കുട്ടി ഇതാ മുകളിൽ ഒറ്റയ്ക്ക് തന്നെ ആയി കേട്ടോ. ഇത്രയും സമയം ഡോറ ഉണ്ടായിരുന്നില്ല കളിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ പുള്ളിക്കാരത്തേക്ക് ആകെ ഒരു സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. ഇത് ചുറ്റുപാട് നോക്കുന്നുണ്ട്. ഡോറേനെ കാണാനായിട്ടാന്ന് തോന്നുന്നു. കാരണം എപ്പോഴും അവിടെ ഒറ്റക്കല്ലേ ഉള്ളത്. പിന്നെ നമ്മൾ വന്നാലേ നമ്മളെ കാണുന്നുള്ളൂ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് ഒരു ഓടി വന്നിട്ട് ഒച്ചപ്പാടാക്കുന്നുണ്ടാവും. ഡോറേനെ കൂട്ടിനടുത്ത് ഞാൻ എത്തുമ്പോഴേക്ക് തന്നെ റൂണി അവിടെ വന്നിട്ട് ഇങ്ങനെ വിളിക്കും. ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറയുക. എന്തായാലും ഞാനൊന്ന് റൂണിക്കുട്ടിനെ സമാധാനിപ്പിക്കാൻ അവളുടെ അടുത്തൊക്കെ നിന്ന് അവളെ ഒന്ന് കളിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ. മുടിയൊക്കെ തടി കൊടുത്തു. അതിന് കൂടെ കുറച്ച് സമയമൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തു. പക്ഷെ കൂടുതൽ സമയം നിൽക്കാൻ എനിക്കും ടൈമില്ല, പണിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ നിന്ന് സമയം കളയാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞാനിതാ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കി ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരിയാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ റൂണിക്കുട്ടി നമ്മുടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. കുറച്ച് വെള്ളത്തിലൊക്കെ നനഞ്ഞിട്ട് ആകെ പുള്ളിക്കാരത്തെ ഒരു കോലത്തിലുള്ള കണ്ടില്ലേ, വെള്ളമൊക്കെ നനഞ്ഞിട്ടാണ് ഉള്ളത്. ഓക്കെ, നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ, സീ യു.